ഇതുപോലൊരു വെള്ളിയാഴ്ച ഇതുപോലൊരു ചടങ്ങ് കഴിഞ്ഞത് എന്റെ പെണ്ണ് കാണാൻ ചടങ്ങ്. മനസ്സമ്മതവും കഴിഞ്ഞു. കൂടി വന്ന് ഒരു 6 മാസം കൂടി ഉള്ളു ഈ ഹോസ്പിറ്റലിൽ എന്നെ കഷ്ടപ്പാട്. അത് കഴിഞ്ഞ് എന്റെ ഏട്ടായി ഉണ്ടല്ലോ, എന്റെ കെട്ടിയോന് സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടർ എന്നെ കൊണ്ടങ്ങ് പറക്കും അങ്ങ്. കൂടി എന്നാ ഒരു 6 മാസം മതിമുഖി മംഗളദുന്ദുഭിയാഞ്ഞൊരുങ്ങ് മണി. സുധാകരന് 80 വയസ്സ്, രാമേന്ദ്രൻ 86 വയസ്സ്, എല്ലാം 80+ ആണ്. കുഴപ്പമില്ല. എന്നാൽ ഈ വയ്യാത്തവർക്ക് മരുന്ന് കൊടുക്കുന്നത് നമ്മളെ പോലുള്ളവർക്ക് ഒരു സന്തോഷം. ഓ, സിബിച്ചായൻ വിളിക്കുന്നു. എന്തോ ഞാൻ ഡ്യൂട്ടിയിലോട്ട് കേറാൻ തുടങ്ങിയതേ ഉള്ളൂ. ഈ സിബിച്ചായനും വീഡിയോ കോൾ വരാൻ കണ്ട സമയം. സിബിച്ചായ സുഖം. എന്തോ സിബിച്ചായ ഈ ടൈമിൽ വിളിക്കുന്നത്? ഞാൻ ഡ്യൂട്ടിയിലോട്ട് അങ്ങോട്ട് കേറാൻ തുടങ്ങിയതല്ലേ ഉള്ളായിരുന്നു. ഞാൻ പെട്ടെന്ന് കേട്ടോ. അത് വയ്യാത്തവരില്ല, അവിടെ കടന്നോളൂ. എവിടെ എഴുന്നേറ്റ് പോകത്തില്ല. സിബിച്ചായൻ പറ, എവിടെ ഇത്? ജോലിയുടെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോ മോളെ വിളിച്ചതാ. അങ്ങോട്ട് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്നെ ഡോക്ടറാന്ന് പറഞ്ഞ് പറ്റിക്കുമായിരുന്നില്ലയോ? ഗോതമ്പോടി പൊടിപ്പിക്കുന്ന മില്ലിലെന്നാണ് ജോലി. എന്റെ ദേഹത്ത് കർത്താവാണ് ഇത് പൊടിയല്ലെന്ന്. പിന്നെ എടി, ഞാൻ സ്വിറ്റ്സർലൻഡിലല്ലേ. ഇവിടെ ഇപ്പൊ മഞ്ഞ് പൊടിയുന്ന സമയമാ. മഞ്ഞ് ദേഹത്തെല്ലാം വീണ് കിടക്കുവാണ്. ഇവിടെ വിന്ററാ. ആണോ? ഇവിടെ ഉമ്മറോ? അല്ല, ഇവിടെ സമ്മർ. ഇവിടെ ഭയങ്കര ചൂടാ ഇവിടെ. എന്തോ നമ്മുടെ മനസ്സമ്മതം കഴിഞ്ഞിട്ട് ഇച്ചാൻ എനിക്ക് കയറി പോന്നല്ലേ. ഞാനിപ്പോ എല്ലാ രാത്രികളിലും അന്നക്കുട്ടിയെ ഓർക്കും. രാത്രി മാത്രം ഓർക്കാൻ ഞാൻ എന്താ ടോർച്ചാണോ? എന്നെ കാണാൻ കൊതിയായിട്ട്. എനിക്കോ? സിബിച്ചായനെ എപ്പ വിളിക്കും, സിബിച്ചായനെ എപ്പ കാണാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞ ഞാൻ എന്റെ കണ്ണിൽ ബെറ്റാഡിയൻ ഒഴിച്ച് കാത്തിരിക്കുവാ. കണ്ണിൽ എണ്ണ ഒഴിച്ചെന്നല്ലേ പറയണ്ട? അത് വീട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണ, ഇവിടെ ആണെങ്കിൽ ബെറ്റാഡിയൻ. ഉള്ളതല്ലേ ഒഴിക്കാൻ പറ്റത്തില്ല. ഓക്കെ, മോളുടെ ജോലി നടക്കട്ടെ. പിന്നെ ചാനും പതിവ് കിട്ടിയില്ല. എന്താ നാണം നിനക്ക്? എന്നാ ഞാൻ ഇപ്പൊ കട്ട് ചെയ്യും. അല്ലെങ്കിൽ സിബിച്ചായൻ ഇങ്ങനെ സന്ദർഭം നോക്കാതെ. കുടിക്കണ്ടേ? എന്റെ ദൈവമേ, ഇങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ പെട്ടി കാണത്തില്ലേ? എഴുന്നേറ്റങ്ങ് നടക്കുക, കാലിൽ പ്ലാസ്റ്റർ ഇട്ടേക്കുക. കാലി പ്ലാസ്റ്റർ ഇല്ലയോ? അല്ലാതെ പാദസരമൊന്നല്ലല്ലോ ഇട്ടിങ്ങനെ കിളിക്കാനായിട്ട്. സംഭവം എന്താന്ന് വെച്ചാൽ, അണ്ടർആർമിന്റെ പോക്കറ്റ് ഇച്ചിരി ചില്ലറ പൈസ ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോയി ഇത് ഊരിട്ട് തിരിച്ചിട്ടപ്പം നിക്കർ അകമ്പുറം തിരിഞ്ഞു. പോക്കറ്റിൽ കിടന്ന പൈസ പ്ലാസ്റ്റർ. ഇതൊന്ന് എടുത്തു തരാമോ? എനിക്ക് അതല്ല തൊഴില്. അല്ല, എടുത്തു തരണം. എടുത്തിട്ടില്ല. ഇപ്പൊ എടുക്കണം എത്ര നിർബന്ധം? പൈസ ചവിട്ടി നടക്കല്ലെന്ന് ഞങ്ങളുടെ അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. എടുത്താ സിസ്റ്റർ, പ്ലീസ്. ചുമ്മാ വേണ്ടാത്ത പണി ഒപ്പിച്ചിട്ട് ഇവിടെ 100 കൂട്ടം ജോലി അല്ലാതെ കിടക്കുന്നു. 5 5 എത്ര സിസ്റ്റർ? 5 5 10. 10 5 എത്ര? 15. 15 2 17. 19 രൂപ ഉണ്ടായിരുന്നു. 2 രൂപ കാണുന്നില്ല. ഇന്നത്തില്ല 2 രൂപ കാണുന്നില്ല. 2 രൂപ കാണുന്നില്ലെന്ന് വെച്ചാ ശ്രദ്ധിച്ചോ, കടകണം കാണും. സിസ്റ്റർ എടുത്തായിരുന്നു. എന്റെ പൊന്നു ടിപ്പു സുൽത്താനെ, ഞാൻ കണ്ടില്ല പൈസ. പോയിരിക്കണോ? ഞാനിപ്പോ ബാത്റൂമിൽ പോയില്ലയോ? അവിടെ കൊടുത്തായിരിക്കും 2 രൂപ. പിന്നെ ഞാൻ KSRTC ബാത്റൂമിൽ പോയ പോലും പൈസ കൊടുക്കാത്തവനാ. അത് ഞാൻ അവിടെ കൊണ്ട് പൈസ കൊടുക്കുന്നു. അല്ല, സിസ്റ്റർ എടുത്തതാ. എനിക്ക് എന്റെ കാര്യമില്ല കേട്ടോ. എനിക്ക് 1-ാം തരം ഒരു ജോലിയുണ്ട്. അതല്ല 6 മാസം കഴിയുമ്പോൾ എന്റെ ഭഗവാനെ, എന്റെ 2 രൂപ എടുത്ത് ആരായാലും അല്ല, അതെന്റെ പൈസ ഞാൻ ഇപ്പൊ ഇയാൾക്ക് തന്നത്. എനിക്ക് എന്റെ കാര്യമില്ല. ഇയാളെന്താ ഈ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കുന്നത്? പിന്നെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോകണ്ടേ? എടാ, മൂത്രം ഒഴിക്കാനുള്ള ബോട്ടിലല്ലേ ആ താഴെ വെച്ചേക്കുന്നത്? ഇതോ? പുതിയ ബോട്ടിൽ ഇന്നലെ ഇയാൾക്ക് തന്നേല്ലയോ? ഇത് മൂത്രം ഒഴിക്കാനുള്ളായിരുന്നോ? പിന്നെ ഞാൻ ഇതിനകത്ത് 3-4 ദിവസം കൊണ്ട് കടുങ്കാപ്പി വാങ്ങിക്കുന്നത്. ഉച്ചയ്ക്ക് കഞ്ഞിയും വാങ്ങിച്ചു. എടോ, അത് യൂറിൻ കളക്ടർ ആണ്. ഓ, അവിഞ്ഞ രൂപവും കിടിലം പേരും. കളക്ടർ യൂറിൻ കളക്ട് ചെയ്യുന്ന ബോട്ടിലാണെന്ന്.
എന്റെ പൊന്നു സിസ്റ്റർ, ഇതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായം എനിക്കില്ല, അറിവും എനിക്കില്ല. ഞങ്ങൾക്ക് അത്ര നിർബന്ധമാണ്. ഇനി എണീറ്റ് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ യൂറിൻ ബാഗ് തരാം. ആണോ? അന്ന് 2 എണ്ണം തരണം. പെങ്ങളുടെ 2 പിള്ളേരുണ്ട്, ഇപ്പൊ സ്കൂൾ തുറക്കില്ല. മാമന്റെ വകയായിട്ട് 2 എണ്ണം അവർക്ക് കൊടുക്കാം. സ്കൂൾ ബാഗിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യൂറിൻ ബാഗ് അതാകുമ്പോ ഇയാൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് നടക്കേണ്ട കാര്യം വരുന്നില്ല. അത് ഞാൻ പൊക്കിക്കൊണ്ടൊക്കെ നടക്കണ്ടേ? അത് എനിക്ക് എന്തിനോട്ടോ ഇന്നത്തെ കേട്ടോ ഗുളിക. ചുമ്മാ ഗുളികയും തിന്നത്തില്ല, ഇവിടെ അങ്ങ് കിടക്കാന്നാ വിചാരം. ഇത് രാവിലെ ഇച്ചിരി കഴിഞ്ഞ് ഇപ്പൊ തന്നെ തിന്നു. ഇത് ഉച്ച അവിടെ വെക്കാൻ പറ്റത്തില്ല, ഞാൻ ലോക്ക് ചെയ്തേക്കും. അവിടെ വെക്കാൻ പറ്റത്തില്ല, ഇവിടുന്ന് ഇങ്ങോട്ടും പറ്റത്തില്ല. ഞാൻ ഇവിടെ ഫുള്ളായിട്ട് ലോക്ക് ചെയ്തൊക്കെ സംഭവമാണ്. സിസ്റ്ററെ പെട്ടു, ഞാൻ ജയിച്ചു. കളിക്കാനാണ് ഞാൻ തന്നത്. എനിക്ക് കഴിക്കാൻ പഞ്ചാര ഉണ്ടോ? പഞ്ചാര എന്താ? അല്ല, ഈ ഗുളികയുടെ കവർപ്പൊന്ന് വായിന്ന് പോകാനെ കൊണ്ട് പഞ്ചാര ഉണ്ടോ? കുഞ്ഞുമാവയാണോ? ഒന്നാമത് ഇയാൾക്ക് ഷുഗറാ. ഇന്നലെ ആണെങ്കിൽ ബ്ലഡ് എടുത്തിട്ട് പോയി അത് ടെസ്റ്റ് ചെയ്യാൻ പോലും കിട്ടിയില്ല. ആര് പറഞ്ഞു? ഞാൻ കണ്ടോ ഒരു ഇതിനകത്ത് എടുത്തോണ്ട് പോകുന്നത്. അതിനെക്കാട്ടി മുമ്പ് ഉറുമ്പെടുത്തോണ്ട് പോയി ഇയാൾക്ക് ബ്ലഡ്. മാസം കഴിഞ്ഞ് ഞാൻ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. 6 മാസം സ്വിറ്റ്സർലൻഡിൽ പോകുന്നു? യെസ്. രാജിവെച്ച് പോകണോ? രാജിവെച്ച് പോകല. എന്റെ കല്യാണം എന്റെ കെട്ടിയാണെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ ഡോക്ടറാണോ? സ്വിറ്റ്സർലൻഡിലെ ഡോക്ടറാണോ? അതെ അതെ. അപ്പൊ സ്വിറ്റ്സർലൻഡിൽ വെച്ച് പുള്ളിക്ക് ഒത്തിരി പെണ്ണുങ്ങളെ കാണാലോ. ആവശ്യമില്ലാത്ത സംസാരിക്കരുത് കേട്ടോ. മനസ്സമ്മതത്തിന്റെ അന്ന് അച്ഛൻ എന്നോട് ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു, അന്നത്രേച്ചി, അതായത് എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചപ്പോ എന്റെ ഇച്ചായൻ ആണെന്ന് പറഞ്ഞിട്ട് എന്റെ മുഖത്ത് കണ്ണുമ വെട്ടാതെ 1/2 മണിക്കൂറാണ് നോക്കി നിന്നത്. അറിയാമോ? പറഞ്ഞത് അബദ്ധമായി പോയല്ലോ എന്ന് ഓർത്ത് നിന്നായിരിക്കും. അങ്ങനെയുള്ള ഒരാള് സ്വിറ്റ്സർലൻഡിലെ ആരെയും കാണത്തില്ല, എന്നെ മാത്രമേ കാണത്തുള്ളൂ. നിങ്ങൾ എന്ത് പറയുന്നേ? സ്വിറ്റ്സർലൻഡിലെ പെണ്ണുങ്ങളെ കാണുമെന്ന് പറഞ്ഞു. അയ്യോ, സ്വിറ്റ്സർലൻഡിലെ പെണ്ണുങ്ങളെ കാണുമെന്നല്ല, സ്വിറ്റ്സർലൻഡിൽ പെൺകിന്നുകളുണ്ട്, അവരെ കാണുമല്ലോ. മരുന്നായിരിക്കും. താൻ ആരാ? താൻ ആരാടോ? ഞാൻ വൈസ് ചാൻസലർ. സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ലേ. പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ട് എൻട്രി അല്ലായിരുന്നോ? ഏത് കോളേജിലെയാ? ആശാനെ നോക്കാനൊക്കെ ആശാനെ നോക്കാൻ വന്നത്. അത് ബൈ സ്റ്റാൻഡർ. ഓറഞ്ച് എനിക്ക് വേണ്ട ഓറഞ്ച്. നല്ല സ്റ്റിക്കർ അടിച്ച ഓറഞ്ച്. ആ സ്റ്റിക്കർ ഇളക്കല്ലേ, കേടാണ് ആ ഭാഗം. രാജുവേ, 2 അല്ലി ആശാൻ കൊടുത്താടാ. ആ അല്ലി നിന്നിട്ട് ഓറഞ്ച് അല്ലി നിന്നിട്ട് കുരു കേടാക്കണം. അവിടെ പോയി മര്യാദ കൊടുക്കരുത്. എടോ, എനിക്ക് വേണ്ട ഓറഞ്ച്. ഞാൻ സ്നേഹത്തോട് തരില്ല. ഞാൻ അന്ന് തൊട്ടേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ശ്രദ്ധിക്കുന്നുണ്ട്? അല്ല, എനിക്ക് എന്തോ പ്രശ്നം എന്തുവാ? ഞാൻ പറഞ്ഞില്ല എനിക്ക് ഓറഞ്ച് ഒന്നും വേണ്ട. സിസ്റ്റർക്ക് ഇനി കേരളത്തിൽ ഓറഞ്ച് ഒന്നും വേണ്ട. പിന്നെ സിസ്റ്റർ സ്വിറ്റ്സർലാൻഡിലെ ഓറഞ്ച് തന്നെ പോവാ. സ്വിറ്റ്സർലാൻഡിൽ വരെ ഓറഞ്ച് ഞാൻ പോകുന്നത്. ഞാൻ മാറ്റി തരാം ഇഷ്ടത്തിൽ. നല്ല കിടക്കല്ലേ ഓറഞ്ച്. അവര് സ്വിറ്റ്സർലാൻഡിൽ പോയി ഓറഞ്ച് തിന്നാൻ പോകുന്നല്ല പറഞ്ഞത്. അവരെ ഒരു സ്വിറ്റ്സർലാൻഡിലെ ഡോക്ടറാണ് കല്യാണം കഴിക്കുന്നത്. അങ്ങനെ അവർ സ്വിറ്റ്സർലാൻഡിൽ പോകുന്ന പറഞ്ഞത്. നീ ഇങ്ങനെ ഓറഞ്ച് പിഴിഞ്ഞോണ്ട് നടക്കത്തേ ഉള്ളടാ. എന്തുവാ ആ പുള്ളിനോട് പറയുമ്പോ സ്വിറ്റ്സർലൻഡിലെ ഡോക്ടറെ കളഞ്ഞിട്ട് എന്നെ കെട്ടാൻ പോന്നു. അന്നാ സിസ്റ്ററെ, എന്തായിരുന്നു? ഡോക്ടറെ കളഞ്ഞിട്ട് ഇവനെ കെട്ടാൻ പോകുന്നു. എന്ത് എന്ത് പറഞ്ഞു? അല്ല, അത് എന്ത് അന്ന അത് എന്നെ അന്ന എന്നെ എന്നെ അന്ന അത് അന്ന എന്നെ 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 അന്ന അത് ഇയാടെ മുഖം കണ്ടപ്പോഴും ഓർത്തത് ഒരു പേഷ്യന്റ് എനിമ കൊടുക്കാനുണ്ട്. ഞാൻ പെട്ടെന്ന് അന്ന 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 എടാ പന്ന ഇങ്ങോട്ട് വേടാ. അങ്ങോട്ട് പോടാ. എടാ, നിനക്ക് യോഗ്യത ഉണ്ടോടാ? എന്തോ യോഗ്യത ഉണ്ടോടാ നിനക്ക്? ആശാന് കൂടെ നടക്കും. ആശാൻ പറയില്ല ആശാൻ യോഗ്യത ഉണ്ടെന്ന് പറയല്ലോ. അയ്യോ, അത് യോഗ്യത എന്നല്ല പറയുന്നത്. നീ എനിക്കൊരു ബാധ്യതയാണെന്നാണ് പറയുന്നത്. ഈ മരുന്നിന്റെയൊക്കെ കുപ്പിയെ ഇവിടുന്ന് കമ്പൗണ്ടർ പറക്കി ആ വെളിയിൽ ആ മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. നീ അതിനകത്തൊന്നും ഒരു കുപ്പി എടുത്ത് അതിനകത്ത് തൊഴിച്ചോണ്ട് അപ്പൊ അറിയത്തില്ല. അറിയത്തില്ല. നമ്മൾ കട്ടലിൽ കീഴ് വെച്ച് അടിച്ചാലും അറിയത്തില്ല. വിചാരിക്കത്തുള്ളൂ. പെട്ടെന്ന് എടുത്തുള്ളൂ കേട്ടോ. എന്റെ ശിഷ്യൻ തന്നെ കേട്ടോ. രോഗികളായാലേ നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി അവർ തിരിച്ചിങ്ങോട്ടും കാണിക്കണം. ആ 2ാം വാർഡിൽ കിടക്കുന്ന വത്സലോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് BP കൂടുതലാണ്, നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭക്ഷണക്രമം ശ്രദ്ധിക്കണം, എണ്ണ അതുപോലെ ഉപ്പൊന്നും കൂട്ടരുന്ന്. അവരെന്നോട് ഉടനെ പറയുമ്പോൾ അതുകൊണ്ടൊന്നും അല്ല, ഈ നേഴ്സിന്റെ നോട്ടം കാരണം അവർക്ക് BP കൂടുന്നത്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോഴത്തേക്ക് എന്റെ നോട്ടം കണ്ട് അവർ പേടിക്കണം. സത്യം പറയാം, ഏത് നോട്ടം കണ്ട് നിങ്ങൾ പേടിക്കോ? അത്ര കഠിന ഹൃദയാണോ ഞാൻ? ആണോ? അത്ര കഠിന ഹൃദയാണോ ഞാൻ? ഞാൻ എല്ലാ കാര്യങ്ങളും അതാത് രീതിയിലല്ലേ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഡിസ്ചാർജ് വേണം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ സാധനം വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. പരസ്യമായിട്ട് അടിച്ചാലും പിന്നെ അറിയില്ല. ഇവിടെ കണ്ടേ കുപ്പി ഇരിപ്പുണ്ടോ തോന്നടാ. ഗ്ലാസ് ഉണ്ടോ ഇവിടെ കണ്ട്?
ഇത് ആ സിന്ധു സിസ്റ്റർ ഒരു ബോധം ഇല്ലാതെ ഓരോന്ന് ചെയ്തു വെച്ചോളൂ. ഇനി ഇതിന്റെ കണക്ക് ഞാൻ വേറെ കാണിക്കണം. ഒരു മരുന്ന് തീർന്നിട്ട് എടുക്കാവുള്ളൂ സിന്ധു സിസ്റ്ററോട് പറയുന്നത്. എന്താ ചെയ്യാൻ നിനക്ക് കാരണം നാട്ടിലകത്തേക്ക് വന്ന പോലെ ഞാൻ തന്റെ അഭ്യാസങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇവിടുത്തെ തന്നെ എടോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കല്യാണം ഉറപ്പിച്ച പെണ്ണ ആവശ്യമില്ലാത്ത വേലക്ക് നിൽക്കരുത്. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. അവനാ ഇങ്ങനെ പിടിക്കാനുള്ള ബുദ്ധിയൊന്നും ഇല്ല. ആര് പറഞ്ഞു എടോ ഇയാൾ വന്നപ്പോ പോലെ ഞാൻ ഇയാളെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞാണോ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ എന്തോ കാണിക്കുവാടോ. ഇയാളെ കാലല്ലയോ അത്? തട്ടിൽ കിടക്കാനല്ലേ പറഞ്ഞു മേശപ്പുറത്തോട്ട്. എന്തുവാടാ ഇത്? എന്താ കാണിക്കോടോ? അല്ല ഞാൻ അതിന്റെ കാലിൽ ഇച്ചിരി ആട്ടം ഉണ്ടെന്ന് മുമ്പേ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. ശരി ആപ്പ് വെക്കാൻ കയറിയാന്നോടാ. എങ്ങനെ അടിക്കുന്നു? നീ അവിടെ നിൽക്കാം, ഞാൻ പോയി എടുത്തോണ്ട് വരാം കേട്ടോ. രഘു കട്ടിലിന് എണീക്കരുത്. പാലത്തിന് പഴകി കഴിയുന്ന പോലെ ഇത് കുത്തുന്ന അവർക്ക് കേൾക്കും. എന്തോ ചെയ്യും? ഞാൻ ആശാനെ എടുക്കാം. എടുക്കോ? എടുക്കാം. എന്തോ കാണിക്കും? ഇതൊരു ഹോസ്പിറ്റലാണെന്നുള്ള ബോധമില്ല നിനക്കൊക്കെ. മര്യാദയുടെ ഭാഷയിൽ ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. വിസിറ്റ് സമയം കഴിഞ്ഞപ്പോ പോകാൻ പറ്റത്തില്ല. ഞാൻ പോകാൻ പറ്റത്തില്ല. എങ്ങനെ പോകുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഡോക്ടറിനോട് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാളെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കട്ടോ. കാലങ്ങോട്ട് പൊക്കി വെക്കണം. കാലങ്ങോട്ട് പൊക്കി വെക്കാന് പ്ലാസ്റ്റർ ഇട്ടേക്കല്ലോ. ഇവിടുത്തെ മുറിവ് കാണിക്കും. തക്കാളി കൊള്ളാമോ നോക്കട്ടെ ഇച്ചിരി. ഇന്ന് ഞാൻ കരയത്തില്ല. ഇന്ന് കരയത്തില്ല. ഒരു 90 രൂപയ്ക്കാം. എന്താ? അല്ല ഒരു ശാലം കൂടെ ഒഴിച്ച് കഴുകാം. സാധാരണ നിലവിളിക്കുന്നതാണല്ലോ ഇത് ഒരു 10 രൂപ ഒഴിക്കാം. ടച്ചിങ് ഒന്നുമില്ലേ? ടാബ്ലറ്റ്സ് ഒന്നുമില്ലേ? നേരത്തെ തന്നത് ആണോ? കൊണ്ടുപോകാന്നോ? ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു. അങ്ങനെയാണ് സംഭവം. എനിക്ക് കിട്ടുമല്ലോ. നിനക്ക് അങ്ങനെ കിട്ടും. നിന്റെ കൈ മുറിഞ്ഞിട്ടില്ലല്ലോ. സിസ്റ്ററേ, എന്റെ കൈയിലെ മുറിയിനകത്ത് ഒഴിക്കാമോ? എനിക്കറിയത്തില്ല. അവിടെ കൊണ്ട് മുറിഞ്ഞൊന്നും ഒഴിക്കാമോ? അവനോട് അങ്ങനെ പറ്റത്തില്ല. ഇയാള് ആദ്യം പോയി OP ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് വന്ന് ഡോക്ടറെ കാണണം. ഡോക്ടർ പറയുവാണെങ്കിൽ മാത്രമേ എനിക്ക് മരുന്ന് വെക്കാൻ പറ്റത്തുള്ളൂ. ഇനി ഇൻ കേസ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ വേറെ അടുത്ത് പോകേണ്ടി വരും. ഞാൻ അത്രയും പോട്ടൊക്കെ വരുമ്പോഴത്തേനും സാധനം തീർന്നു പോകും. സാധനം നേരത്തില്ല. മരുന്ന് ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. ആ മരുന്നൊന്നും അല്ലത്. പിന്നെ ആശാരം കൊടുക്കാൻ വേണ്ടി ഞാൻ അതിന് മദ്യം ഒഴിച്ച് വെച്ചേക്കോ. അത് കുടിക്കാതെ എന്റെ ദൈവമേ, ഈ ഹോസ്പിറ്റലിൽ ഞാനിക്കാലും മദ്യപിച്ചോ? സംഭവം എന്ന് വെച്ചാൽ 10 ദിവസം കൊണ്ട് ഇവിടെ കിടക്കുന്നില്ല. ഹലോ ഡോക്ടർ, ഈ രഘു അയാളുടെ ശിഷ്യനും കൂടെ ഞാൻ നിൽക്കല ഇവിടെ നിന്ന് മദ്യപിച്ചതല്ലേ? ഈ മുറിവിനകത്തോടെ എന്തോ ഒരു സംഭവം. ഓക്കെ ഡോക്ടർ, അങ്ങനെ ചെയ്യാം. രണ്ടുപേരുടെ കാര്യം തീരുമാനമായി. പൊക്കോളാൻ പറഞ്ഞു. തുണി മണിയെല്ലാം എടുത്തോണ്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം. അവിടെ ആംബുലൻസ് വരും. ആംബുലൻസ് വരുന്നത്? ഞാൻ ഓട്ടോ വിളിച്ച് പോക്കോളാം. ഓട്ടോ എന്ന് വിളിച്ച് വീട്ടിൽ പോകാനുള്ളതൊന്നല്ല. നിന്നെയൊക്കെ DH സെന്ററിലോട്ടാക്കാനാ പറഞ്ഞത്. നിന്റെയൊക്കെ കള്ളൂടി നിർത്തേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ ഞങ്ങൾക്കാ. അതല്ലേ ചോര പറഞ്ഞ തല കറങ്ങുന്നൊക്കെ. അയ്യാ